ഒന്നും എടുക്കണ്ട, കുറച്ച് നേരം നനയാതെ ഇറങ്ങി അനങ്ങി പ്രശ്നം. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് പുതിയ പണിയാണ് തുടങ്ങുന്നതെന്ന്. കുറച്ച് ദിവസത്തേനൊന്ന് ഈ ഒരു റിലാക്സേഷന് വേണ്ടി സ്കൂട്ടറിൻ്റെ ബാറ്ററി ഉണ്ടാക്കാൻ പോവാണ്. സ്കൂട്ടറിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററി പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററി നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. ഉദാഹരണത്തിന് ഇതാണ്ട് ഇപ്പോൾ 150 ബാറ്ററി എടുത്ത് വെച്ചിട്ടുണ്ട്. 150 ബാറ്ററി എടുത്ത് വെച്ചിട്ടുണ്ട്. BMS എടുത്ത് വെച്ചിട്ടുണ്ട്. നിക്കൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പല സൈസ് നിക്കൽ, ഡബിൾ നിക്കൽ, സിംഗിൾ നിക്കൽ. പിന്നെ ഇത് ബാറ്ററി ഇടുന്ന ബോബ്, അത് വലിയ ബോബ്, ചെറിയ ബോബ്, പല സൈസ് കവറിങ്, പിന്നെ ഷീൽഡിങ്, പിന്നെ സ്പോട്ട് ബെൽഡിങ് മെഷീൻ, പിന്നെ ഇത് കൊടുക്കാനുള്ള സാധനം. അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാറ്ററി. നമ്മൾ 7000 mAh ബാറ്ററിയാണ് എന്ന് കമ്പനി എഴുതി വെച്ചിരിക്കുന്നു. 7000 കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാണേലും 10,000-3000 ഒക്കെ കിട്ടും. ഇതാണ് ആ ബാറ്ററി ഒന്ന് കാണിച്ചാൽ. ഇപ്പോൾ ആദ്യത്തെ പണി ഈ ബാറ്ററി കുറച്ചെണ്ണം എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 15 ബാറ്ററി എടുക്കുക. ആദ്യത്തെ പെട്ടി റെഡിയാക്കാം. 15 ബാറ്ററി എടുത്തിട്ട് അതായത് ഇതിൻ്റെ കൂട്ടിലേക്ക് തന്നെ ഇട്ടിട്ടങ്ങ് വെച്ചാൽ മതി. അത് വൃത്തികേടാകാതെ ബാറ്ററി ഉള്ളത്. 15 ബാറ്ററി എടുത്തിട്ട് ഈ സാധനം ഒട്ടിക്കണം. ഇതിൻ്റെ ടോപ്പിലത്തെ സാധനം ഒട്ടിക്കണം. എത്രയായി? ഫോൺ 22, 2, 4, 5 എണ്ണം. 5, 5, 4, 9, 10, 12, 14, 15 ബാറ്ററിയാണ് ഇപ്പോൾ നമ്മൾ ഒരു സെറ്റിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 15 ബാറ്ററി ഇപ്പോൾ ഒരു ബോബിനെടുത്ത് അതെങ്ങനെ വെക്കും, എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് ഉപയോഗിക്കാം. ഹലോ ഹലോ ആ ആ ഞാൻ വിളിച്ചത്, ഞാൻ മാഡത്തിനോട് ഇതിന്റെ ചിട്ടിയുടെ കാര്യം പറഞ്ഞു വിട്ടായിരുന്നു. 50,050 ഈ മാസം. അത് മറ്റേ ചിട്ടി മാർച്ച് തീരും. നമ്മൾ പുതിയ തുടങ്ങുന്നത് ഈ 30 തുടങ്ങാനായിട്ടാണ്. ഫെബ്രുവരിയിൽ ഫസ്റ്റ് ഓപ്ഷൻ വരുന്ന രീതിയിൽ. അപ്പൊ സാർ ഇനി മാർച്ചിൽ അടച്ചാൽ മതി. ഞാനത് ആലോചിച്ചിട്ട് വിളിക്കാം. ഈ നമ്പറിൽ വിളിച്ചേക്കാം. ഓക്കെ, ശരി. ആലോചിച്ചിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ വർക്കില്ല. ഓക്കെ. അത് സൂം ചെയ്ത് കാണിച്ചുകൂടാ. അത് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുകൂടാ. അടുത്ത് കൊണ്ടുപോയി ഒരു ബാറ്ററിയെ വെച്ച് എങ്ങനെ ഒട്ടിക്കുമെന്ന് കാണിച്ചുകൂടാ. പോസിറ്റീവിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. പോസിറ്റീവിന് ഒരു അഡീഷണൽ ആയിട്ടൊരു ഫിൽറ്ററിങ് കൊടുക്കും. സേഫ്റ്റി അഡീഷണൽ ഒട്ടിയിലാണ്. ഇത് നമ്മൾ ലിഥിയം ബാറ്ററി ഉപയോഗിക്കുമ്പോൾ നല്ല ബാറ്ററി മേടിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇതായാലും നമ്മൾ സാൻഫോർഡിൻ്റെ ഒറിജിനൽ ബാറ്ററിയാണ്. ഇത് ഹോളോഗ്രാം ഉള്ള ബാറ്ററിയാണ്. ഇതിന് 7000 mAh ആണ് അവർ അവകാശപ്പെടുന്നത്. 3.7 വോൾട്ട് 7000 mAh ബാറ്ററി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്ക് എത്ര കിട്ടുമെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ ഇതിനൊരു 5000 കൂട്ടുന്നു.
ഒരു 25 mAh കിട്ടാൻ വേണ്ടി ഞാൻ ഒരു 5 ബാറ്ററി പാരൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 5 ബാറ്ററി പാരൽ ചെയ്ത് ബോബിൻ്റെ അടുത്ത് അതെൻ്റെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പരിപാടി. ഇതൊന്നും ഒട്ടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇതിന് കവറിങ് ഉണ്ട്. എന്നാലും നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഹീറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ 100% പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അഡീഷണൽ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ കാലകർമ്മ ഓടിക്കഴിയുമ്പോൾ എന്തെങ്കിലും ലീക്കിംഗ് ഒക്കെ ഉണ്ടാകാതിരിക്കാനാണ്. അത് അവിടെ ഒരു സ്കൂളിൻ്റെ മാനേജറാണെന്ന് പറഞ്ഞു അച്ഛൻ. ഞാനും ഇവിടെ അതിനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ ലോകം ഇട്ടോണ്ട് പറഞ്ഞാൽ അച്ഛനെ എപ്പം വെടിവെച്ച് കൊല്ലുമെന്ന് ഓർത്ത് അച്ഛൻ ലോകം നമ്മൾ പറഞ്ഞ ബഹുമാനമൊക്കെ കിട്ടണേ ലോകം ഇട്ടണം. അച്ഛനറിയാം അച്ഛൻ്റെ പേടി എത്രമാത്രമുണ്ട്. കാണുന്നവർക്ക് പറഞ്ഞാൽ മതി. അതെ അതെ, കേരളമല്ല. നമ്മൾ രണ്ടും ഒരേ കാര്യം ജീവിച്ചത്. നേരിട്ട് വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സത്യം ഒന്ന് കേൾക്കാനാണ് ഞാൻ ചോദിച്ചത്. അറിയണ്ടേ ഭീഷണി എവിടം വരെ ഉണ്ടെന്ന്. പക്ഷെ ഭീഷണിപ്പെടുത്തും തോറും സഭ കൂടുതൽ വളരുള്ളൂ. അതാണ് സഭയുടെ ചരിത്രം. ഹലോ ഹലോ പറഞ്ഞോ. ഹലോ സാറേ, ഞാൻ നിങ്ങളുടെ യൂട്യൂബിൽ വീഡിയോ കണ്ടിരുന്നു. ആ സാറേ, ഒരു V4-ന്റെ സോണി നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ? സോണി V4 ആ അതിന്റെ എനിക്ക് ആ ബോർഡ് മെയിൻ ബോർഡ് നാശായത് കൊണ്ട് ഞാൻ യൂണിവേഴ്സൽ ബോർഡ് കയറ്റി. കയറ്റിയപ്പോൾ എനിക്ക് പിക്ചറിൽ മാപ്പിംഗ് ബോർഡ് വന്നിട്ടുണ്ട്. ആണ് മാപ്പിംഗ് ഇല്ല അത്. അപ്പോ അത് തീക്കാണ്ട പ്രശ്നം തോന്നി. ആ ബോർഡിക്ക് വേറെ ആ പാനലിന് വേറെ തീക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ആ തീക്കാൻ കണ്ടപ്പോ അവൈലബിൾ. നമ്മുടെ സ്ഥലം എവിടെയാ? സുൽത്താൻ ബത്തേരി അറിയോ? സുൽത്താൻ ബത്തേരിയാ അല്ലേ? സുൽത്താൻ ബത്തേരി ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പം തിരക്കിച്ചിരി പിടിച്ച പണിയിലാണ്. ഇപ്പം അത് കേൾക്കാനോ അതിന് മറുപടി പറയാനോ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. പിന്നീട് ഒരിക്കൽ പിന്നെ സംസാരിക്കാം. ഇപ്പം ഞാൻ വർക്കിലാണ്. ഓക്കെ. ഇല്ല, അത് അങ്ങനെയാണ് അതിൻ്റെ ഇത്. അത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അത് ഒട്ടിക്കോളൂ. അത് ഇങ്ങനെ ഒന്ന് ഇടിച്ചിട്ട് വെച്ചാൽ മതിക്കണം. അത്രേ ഉള്ളൂ. അത് കറക്റ്റ് സെറ്റാവും. ചുമ്മാ നമ്മൾ ഒട്ടിച്ച് വെക്കുന്ന പോലെയല്ല, ഒരു ടൈറ്റ്. ഇത്രേ ഉള്ളൂ.
പൈസ ഇക്കൂട്ട് ഓരോന്ന് എടുത്തോണ്ട് നോക്കും കേട്ടോ. നാളെ പൊട്ട് കുത്തിക്കേണ്ടത്. പൊട്ട് സുന്ദരിക്ക് പൊട്ട് തൊടി. എണ്ണ പൊട്ട് പൊട്ട് പൊട്ട്. ഇതിപ്പോ ഇതിലെയൊക്കെ വന്ന് ഇതുണ്ട് ബാറ്ററിയൊക്കെ ഇങ്ങനെ കാലാള് പോലെ ഇരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കും. എങ്ങനെയുണ്ട് പൊട്ട്? ഒരേ ലെവലിൽ ഇങ്ങനെ ക്യാമറ വെക്കാതെ എൻ്റെ പൊട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി. നല്ല നല്ല ക്യാമറ ഇങ്ങനെ കൊണ്ടുവന്ന് കറങ്ങി നടക്കുന്നേ. ഒരു കറക്കമൊക്കെ കറങ്ങി എല്ലാവർക്കും പിടിച്ച് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു ബോറിങ് വരരുത്. ഞാൻ പിടിക്കുന്ന കണ്ടിട്ടില്ലേ? ജീവനുള്ള വീഡിയോ വേണം. സ്റ്റില്ലായിട്ട് ഇങ്ങനെ നിൽക്കാനാണ് ആർക്കറിയത്തില്ലാത്ത. അപ്പോൾ ഒരു പൊട്ട് കൊച്ചിന് എഴുതിയില്ല. ഒരു പൊട്ട് ഉണ്ടെന്നാലും കൊള്ളാം. തീ പിടിക്കാതിരിക്കാനുള്ള പൊട്ട. തീ പിടിക്കാൻ പൊട്ട് കുത്തിയിട്ടുണ്ട്. ചൂടാകാതെയും തീ പിടിക്കാതിരിക്കാനുള്ള പൊട്ട. പൊട്ടുകുത്തടി കുരവ കുത്തടി ചിക്കാം ചിക്കാം ചീത പെണ്ണെ ചിക്ക് ചിക്ക. ആ പാട്ട് കേട്ടിട്ടില്ലേ? രാവണപ്രഭുവിൻ്റെ അകത്തെ. ബാറ്ററി എടുക്കുമ്പോൾ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാണെന്ന് എങ്ങനെയാണ് അറിയുന്നതെന്ന് അറിയാം. ഇപ്പോൾ പോസിറ്റീവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ അറ്റത്ത്. അത് നെഗറ്റീവ് എന്നും എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് അറിയുന്നത്. ആ ഒന്നും അറിയത്തില്ലാത്ത കൊച്ചു പിള്ളേർ അങ്ങനെയല്ലേ അറിയുന്നത്. ഇവള് കൊച്ചല്ലേ, എനിക്ക് പറഞ്ഞു കൊടുത്താ എഴുതിയിട്ടുണ്ട്. ശിശു അല്ലേ ശിശു. ഇലക്ട്രോണിക്സിൽ അവൾ ശിശുവാണ്. അന്നതേ ഉള്ളൂ. ഞാൻ പഠിച്ചു വരണേനു. ഞങ്ങളൊക്കെ പൊട്ട് കുത്തിയാൽ മതിയോ? സാറ് ഒരു പൊട്ട് കുത്തണ്ട. സാറിനെ ഒരു പൊട്ട് കുത്തിക്കിട്ടോ കേട്ടോ. ഞാൻ കയറി ക്യാമറ കൊടുത്ത് ഒരു പൊട്ട് കുത്തി. കൊള്ളാം. ഹലോ. ആ പിന്നെ അല്ലേ? ആ പറഞ്ഞോ. ആ ആ വീഡിയോയിലാണ്. ആ ആ അല്ല ഏത് മോഡലാ? S20R വലിയ കുഴപ്പമില്ലാത്ത സെറ്റാണല്ലോ. എന്നാ പറ്റിയല്ലേ? ബാസ് അതിനുള്ള ബാസ് കിട്ടുള്ളൂ. ആ അത് ഒരു നല്ല ഡോൾബി ഡിജിറ്റലായിട്ടുള്ള ഓഡിയോ എന്തായാലും കൊടുത്തു നോക്കി. ആ ബ്ലൂടൂത്ത് ഇട്ടിട്ടോ. ബ്ലൂടൂത്ത് നല്ല പാട്ടുകളൊക്കെ ഇട്ട് നോക്കി. ഇത് എത്ര രൂപ വിലയായതാ? ഇത് എത്ര രൂപ വിലയായതാ? 15 രൂപ അല്ലേ? ഓക്കെ ഓക്കെ. ആ ആ അന്നേരം അത് ചെക്ക് ചെയ്ത് വാറണ്ടി പീരീഡ് അല്ലേ? ഒരു ഡെമോ രജിസ്റ്റർ ചെയ്യുക. അവർ വന്ന് ഡെമോ തരട്ടെ. ഡെമോ ഉണ്ട്. ഡെമോയെ കമ്പനി ഡെമോ രജിസ്റ്റർ പറഞ്ഞുതരാം. സേവ് ചെയ്തോ? നമ്പർ പറഞ്ഞുതരാം. ആ കാറ്റലോഗ് കാണും. വാറണ്ടി പേപ്പറിലുണ്ട്. ആ നമ്പർ രജിസ്റ്റർ ചെയ്തോ. ഡെമോ കിട്ടും. ഇല്ലെങ്കിൽ നമ്പർ പറഞ്ഞുതരാം. നോട്ട് ചെയ്തോ? 080 എത്രയാടി? 080 6500 വീണ്ടും 6500. ആ അത് രാവിലെ 10 തൊട്ട് വൈകുന്നേരം 4 മണി വരെ വർക്കിംഗ് ഡേ ആൻഡ് വർക്കിംഗ് ടൈമിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്താൽ കമ്പനി അതിന് ഡെമോ തരും. 006500. ആ നമ്പറിൽ വിളിച്ച് കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്നുള്ള കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറാണ്. അവിടെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഡെമോൺസ്ട്രേറ്റർ വന്ന് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നോക്കി നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ വരും. എന്നാൽ ഒരുവിധം കുഴപ്പമില്ലാത്ത നല്ലൊരു ഹോം തിയേറ്ററാണ്. മനസ്സിലായില്ലേ? ഓക്കെ. ആ പിന്നെ ഒരു പിന്നെ സ്റ്റാർട്ടിങ് മോഡൽ എന്നോർത്ത് തീരെ മോശം മോഡലല്ല. ഓക്കെ ശരി.
സൂപ്പർ. ഹലോ 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 ആ പറയൂ. ബിജിയാണോ? ഏ ഹലോ ബിജി. ബിജിയുടെ നമ്പർ അല്ലല്ലോ, ഇതാരാ വിളിച്ചേ? തീർന്നോ? ഇതും കൂടെ ഒട്ടിച്ചേ. നമ്മുടെ കൊച്ചല്ലേ എന്നെ കാണുന്നില്ലല്ലോ. അവൻ പുറത്തവനെ നീ ഒന്ന് പോയി നോക്കി, വീഡിയോ ഒന്ന് നിർത്തിയിട്ട് അവനെ ഇതിൽ പോയി നോക്കി. ഒട്ടിക്കാനുള്ള ഒട്ടിച്ചോളൂ. അപ്പുറത്തേക്ക് വെക്കാം. ഞാൻ എത്തിച്ചോളാം. ഇടാഞ്ഞ് വന്നാടാ. ഇതെല്ലാം ഈ കൂടിനകത്ത് അടുക്കിയത്, ഇത് കാലിക്കൂടല്ല. അടുക്കിയിട്ട് ഞാൻ അതിഞ്ഞെടുത്ത് 2 ബോബിനിഞ്ഞെടുത്ത് അപ്പം അവിടെ ഇത് 5 ബാറ്ററി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 7000 × 5 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 35 ആംബിയർ എന്നാണ്. പക്ഷെ നമ്മൾ 35 കൂട്ടുന്നില്ല, നമ്മൾ 25 കണക്കി കൂട്ടുന്നുള്ളൂ. 35 ആംബിയർ ഉണ്ടെന്നുള്ള കണക്ക് കൂട്ടലിൽ നമ്മൾ 60 ആംബിയറിൻ്റെ BMS ആണ് എടുത്തിരിക്കുന്നത്. 60 ആംബിയർ. അപ്പം ആയിക്കട്ടെ. അപ്പോൾ ഒരു ബാറ്ററി ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇവിടുന്ന് പോസിറ്റീവ്, നെഗറ്റീവ്, വീണ്ടും അടുത്തത് പോസിറ്റീവ് വെക്കണം. അവിടെ പോസിറ്റീവ്, 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 പോസിറ്റീവ്. ഹലോ, അതെ അതെ. ഏ പള്ളിനടയല്ല, കാഞ്ഞിരപ്പള്ളി. ഒരു പള്ളി ഉണ്ടെന്നുള്ളൂ. ഇത് പള്ളി നടയാണെങ്കിൽ ഇത് കാഞ്ഞിരപ്പള്ളി. ഇവനും ഒരു പൊട്ട് തൊട്ടേര്. ഇത് ചെയ്യുമ്പോൾ പൊട്ട് തൊട്ടുകൊണ്ട് ചെയ്യണം. പിന്നെ ഇച്ചിരി വട്ടത്തിലുള്ള പൊട്ട് തൊട്ടേണ്ടി വരും, എന്നാലും പുറത്ത് വരുള്ളൂ. കാരണം മുടി വന്ന് മൂടി കിടക്കുക. അർജുനെ വിളിക്കും, അയാളെ വിളിക്കുന്ന ഫോൺ കിടന്ന. ഹലോ, ഉണ്ട്, ഞങ്ങൾ സർവീസിലാണ്. ആളിപ്പോൾ വരും. ഓക്കെ. എന്നായിരുന്നു? ആ, ഇപ്പം ആൾ വരും. ഹലോ ആ പറഞ്ഞോ. പറഞ്ഞോളൂ. ഏ ഉവ്വ. ഓക്കെ. മതി. ഫോൺ പേ ചെയ്തിട്ട് റെസിപ്റ്റ് വാട്സാപ്പിലിട്ട് അഡ്രസ്സും ഇട്ട് തരണം. ഓക്കെ. മതി. ഓക്കെ. ആയിക്കോട്ടെ. ഒന്ന് വിളിച്ചാലേ. എനിക്ക് മനസ്സിലായി, നല്ല പവർ സപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ ആളല്ലേ. ഓക്കെ. ശരി. ഓക്കെ. പോസിറ്റീവ് ഇതെടുത്താൽ ഇത് നെഗറ്റീവ്.
അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ചെയ്താലും അങ്ങനെ വരുവുള്ളൂ അല്ലേ. ഇതിൻ്റെ മുകളിലേക്കാണ്, അതിൻ്റെ മുകളിലേക്കാണ് വെക്കുന്നത് ഇത്. ഇതൊരു സെറ്റാണ്, ആ, അതൊരു സെറ്റ് 12 വോൾട്ടായിരുന്നു. ഞാൻ ഇത് വെച്ചോന്നാ കവറ. എണ്ണം കുറവുണ്ടല്ലോ. അപ്പോൾ അടുത്ത ഇവിടെ നമ്മൾ 2-3 എണ്ണമായി എടുത്ത് മറ്റേതിന് കൊടുത്തായിരുന്നു. പൊട്ടിക്കാൻ സാധനം ഉണ്ടോ ഇനി? എന്നാണ് പറയാം. ഇനി ഉണ്ടാക്കണോ? ആ പിന്നെ 3 സെറ്റല്ലേ, 6 സെറ്റ് വേണം. ഹലോ. ആ ഇത് ഓൺ ആവുന്നില്ല, പിന്നെ സൗണ്ട് ഇതിനകത്തൊന്നും ഇല്ല, ഒന്നും കാണുന്നില്ല. അർജന്റ് എന്ന് പറഞ്ഞിടാ സാറേ. അർജന്റ് അവിടെ അല്ല അവൻ നോക്കിയെടുത്തോ. അല്ല ഒന്ന് ചെല്ലട്ടെ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ബാറ്ററികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററിയുടെ സെലക്ഷനാണ് ഇതിനകത്ത് മെയിൻ ഇതാ. പിന്നെ BMSൻ്റെ സെലക്ഷൻ, പിന്നെ മേക്കിങ്ങിൻ്റെ സെലക്ഷൻ, മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമ്മൾ സെല്ലുകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല സെല്ല് നോക്കി സെലക്ട് ചെയ്തില്ലെങ്കിൽ, ഇതിപ്പോൾ ഒരു പായ്ക്ക്, ഇതടുത്ത പായ്ക്ക്, ഇതടുത്ത പായ്ക്ക്, 3 പായ്ക്ക് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. നമുക്ക് 6 പായ്ക്കോളുമാണ് വേണ്ടത്. എല്ലാ പായ്ക്കും ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ബെൽഡിങ് തുടങ്ങാം. അല്ലെങ്കിൽ പിന്നെ ഇതാവുമല്ലോ. അപ്പം അത് മാറി പിന്നെ കണ്ട് പിന്നെ അന്നേരം കുഴപ്പമില്ലായിരുന്നു. ആ 2 മാസം കഴിഞ്ഞപ്പോഴാണ്. ആ കുഴപ്പമില്ല. എടാ അർജുനെ എഴുതിയെടുത്തോ, നമുക്ക് നോക്കാം. ഓക്കെ. ആ എഴുതിയെടുത്തോ, നമുക്ക് നോക്കാം. ഓക്കെ. ആ സ്റ്റാൻഡ് ബൈയോ റെഡെന്നോ എന്നാലും എഴുതി വെക്കുക. ഓണാകുന്നില്ലെന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഇത് മതിയായിരിക്കും കേട്ടോ എനിക്ക്, എല്ലാം കൂടെ കവർ ചെയ്യുന്ന ഊരണ്ട. ഇതിപ്പോൾ 60 വോൾട്ട് എന്ന് പറയുമ്പോൾ 12-30. ആ 6 പെട്ടി മതി ഇതിന്. 15 5 15 30 45 എണ്ണം വേണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ആയതോളൂ. 18 19 ആയതോളൂ. 49 ആകുമ്പോൾ നിർത്തിയാൽ, 45 ആകുമ്പോൾ നിർത്തിയാൽ. ഫോൺ ചെരിഞ്ഞാണ്ട് പോയി തുടങ്ങിയത്
ചെയ്യ്. ആ എണ്ണത്തിനുള്ള കവറിൽ നിന്ന് അഴിച്ചാൽ മതിയേ, ബാക്കി കവറിൽ ഇരുന്നോട്ടെ. മതിയായിരിക്കും, എണ്ണി നോക്കാം. അത് മതി. എല്ലാം സോൺചാൻ വിട്ട് വന്നായിരുന്നു കറക്റ്റായിട്ട് എണ്ണിക്കോളൂ. അല്ല, കൂട്ടിൽ നിന്ന് ഇറക്കിയിട്ട് പിന്നെ തിരിച്ചിടാൻ നിൽക്കണ്ടല്ലോ. ഇട്ട് നോക്കിയിട്ട് കുറവുള്ള എടുത്താൽ മതി. ഞാൻ മതി. എൻ്റെ കാൽക്കുലേഷൻ തെറ്റാറില്ല. അല്ല, അവിടെ ഒരു 4-5 മറ്റേ ബ്ലൂടൂത്ത് സ്പീക്കറിന് വേണ്ടി എടുത്തുകൊണ്ട് കണക്കിന് ഇച്ചിരി തെറ്റുണ്ട്. 100 ബാറ്ററിയാണ് പെട്ടിക്കകത്തെങ്കിലും കുറച്ചെണ്ണം എടുത്ത് വേറെ ഒരാൾക്ക് വിലയ്ക്ക് വിറ്റു. പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറിന് 4 എടുത്ത് വെച്ചു. അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് ഒരു ലൈൻ നിർത്തിയിട്ടുണ്ട്. ഇനി പോരാത്തതോ അതിൽ നിന്ന് എടുക്കാം. ഇല്ല, 6 ഉപയോഗിച്ചിട്ടുണ്ട്. 90 നമുക്ക് വേണ്ടത്. അപ്പോൾ 20 അവിടെ കാണണം. 6 പോയിട്ട് എത്ര കാണണം? 20 നിന്ന് 6 പോയി കഴിയുമ്പോൾ 14 അവിടെ കാണണം. അവിടെ 14 ഇരിപ്പുണ്ടോ? ഇവിടെ 5 ഒരു ലൈൻ നിർത്തി. അപ്പോൾ തെറ്റിയില്ല ഇതിൻ്റെ കാൽക്കുലേഷൻ. ബാറ്ററി ഇനി ചാടിക്കല്ലേ, ചാടിച്ചവിടെ നിർത്ത. ഇവിടെ എണ്ണീട്ട് ചാടിയില്ല. ഇരട്ടിപ്പണി ഉണ്ടാക്കല്ലേ, ചില ആൾക്കാർക്ക് വേണ്ടി പഠിക്കല്ലേ. പണി പെട്ടെന്ന് തീരാൻ വേണ്ടി നമ്മൾ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വിളിക്കും. ഞാൻ പറഞ്ഞ കണക്ക് കറക്റ്റ് ആണെങ്കിൽ ഞാൻ എപ്പോഴും കറക്റ്റാണ്. പറഞ്ഞ കണക്ക് തെറ്റാണെങ്കിൽ ഞാൻ എപ്പോഴും തെറ്റും. 45 ബാറ്ററി, ഒരു പെട്ടിക്കകത്ത് 50, 45 ആകുമ്പോൾ 80, 90 ബാറ്ററി. ഹലോ, പിന്നെ 10 ബാറ്ററി അല്ലേ മിച്ചമുള്ളൂ. ഹലോ, പറഞ്ഞോളൂ. അതെ 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 പറഞ്ഞോളൂ. ഇത് കാഞ്ഞിരപ്പള്ളി. ആ ഉണ്ട്. സാറിന് ഏത് സെറ്റാണ് വേണ്ടേ? ആ
അതിന് എത്ര രൂപയായിരിക്കും ഉദ്ദേശം? നമുക്കൊരു 1000 കൂട്ടിട്ട് നമുക്കൊരു പ്രോഗ്രാം ഒക്കെ ചെയ്യണമെങ്കിൽ എത്ര കൂട്ടിട്ട് വേണം? പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തോരം വലിയ ഹാളാ? നമുക്കൊരു 500 പേരൊക്കെ പങ്കെടുക്കുന്നത്. ആ 500 പേര് ചെറിയ ചെറിയ പ്രോഗ്രാം. ആ എത്ര വർഷത്തെ വേണ്ടത്? അത് 50 500 പ്ലസ് 500 പ്ലസ് 1000 പോരെ. 500 അത് മതി. അപ്പൊ നമുക്ക് അതിന് എത്ര രൂപയായിരിക്കും ഉദ്ദേശം? 3500. 3500. മറ്റേ അതിന് ബോക്സ് എല്ലാം കൂടെ 3500 ആക്കല്ലോ. അല്ല, ആംപ്ലിഫയറിന് മാത്രം. ആംപ്ലിഫയറിന് മാത്രം. ഊപ്പറും സ്പീക്കറും എല്ലാം വേണോ? 704 കസ്റ്റമർ ഊപ്പറും സ്പീക്കറും എല്ലാം വേണോ? എന്നാ സാധനം? സോണി ആ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ 22 രൂപ സംതിങ് വരും. വിളിക്കാന്ന് പറയാം. ഈ വർക്കിൽ അർജന്റ് വർക്കിൽ ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറയാം. നോക്കി വെച്ചേക്കാന്ന് പറയാം. നമ്പരൊക്കെ എഴുതി വെക്കുക കേട്ടോ. പറഞ്ഞോളൂ 500 രൂപയോട് മേടിച്ചാൽ മതി. ഓക്കെ. അത് വന്നിട്ട് യാതൊരു കാര്യമില്ല. അതിന്റെ സമയം ആകുമ്പോഴേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തിരിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? റിട്ടേൺ തരാമെന്ന് പറഞ്ഞു. സാർ എവിടുന്നാ വിളിക്കുന്നേ? ആ ഷോപ്പിലേക്ക് സാർ വരുമ്പോൾ ഏത് വേണമെന്ന് കണ്ടു മേടിക്കാം. അടുത്തല്ലേ? ആ പുൽപ്പയുടെ അടുത്ത്, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. അങ്ങോട്ട് പോകണ്ട. തിരുവല്ലായിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കട കഴിഞ്ഞിട്ടാണ് സ്റ്റാൻഡ്. അതെ. ആ തിരുവല്ലായിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ കട. സ്റ്റാൻഡിന് തൊട്ട് മുമ്പുള്ള ആ വളവെങ്കിൽ നമ്മുടെ കട കഴിഞ്ഞാണ് സ്റ്റാൻഡ്. ഓക്കെ. സോണി ഇലക്ട്രോണിക്സ്. ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോണ്ടിരിക്കാതെ വന്നു കൂടും. കുട്ടി മടുത്തോ? കുറച്ച് ചെയ്തപ്പോഴത്തേക്ക് അതൊന്നും പറ്റിയില്ല. വേഗം പരിപാടി കാണിച്ചേ. ബാക്കിയതല്ല. മൂന്നെണ്ണം ഉള്ളായിരുന്നു ഇത്. TV20 3 ഉള്ളായിരുന്നോ? ബാക്കിയെല്ലാം കൊടുത്തായിരുന്നു. ഇന്നലെ 4 വരെ കൊടുത്തു. പിന്നെ 1, 2, 3 വരെ. ഓക്കെ. എന്താണ് അപ്പോൾ ബാക്കി ചെയ്യുമ്പോൾ ബാറ്ററിയുടെ മുട്ടയിൽ വരുന്ന സാധനം. കോട്ടയത്തുനിന്ന് വന്നല്ലേ? രാവിലെ വിളിച്ചിട്ടുണ്ട്. ഒരാളും കൂടി കോട്ടയത്തുനിന്ന് പോന്നിട്ടുണ്ടോ? ആ വിളിച്ചായിരുന്നു. സെറ്റായോ? കഴിഞ്ഞു. ഇത് മാത്രം മതിയോ? മതി. കോട്ടയത്ത് എവിടെയാണ് താമസിക്കുന്നത്? ജോലി ചെയ്യാം. എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്ത് ജോലിയാ? ഹോസ്പിറ്റലാ? ഓക്കെ. തിരുമ്മയ്ക്കാണോ? മെഡിസിൻ ഉണ്ടാക്കുക, മാനുഫാക്ചറിങ്. ഈ സഖാദ്രിയൊക്കെ പോലെ അല്ലേ? അതിൻ്റെ പേരെന്നാ? കൂപ്പിളിക്കാട്ട് ആയുർവേദ ഹോസ്പിറ്റൽ. ഓക്കെ. അപ്പോൾ ഈ നിങ്ങളുടെ മെഡിസിൻസ് ഈ ആയുർവേദ ഡോക്ടർമാർക്കൊക്കെ സപ്ലൈ ചെയ്യും അല്ലേ? മാനുഫാക്ചറിങ്. നിങ്ങൾക്ക് തന്നെ അവിടെ ആവശ്യമുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ രോഗികൾ വരാറുണ്ട്. എന്താ അസുഖങ്ങൾക്കാണ് വരുന്നത്? ഉണ്ടല്ലേ? സംക്രാന്തിയിലാണ്. ഒന്ന് പേര് പറയാം. സ്കൂട്ടറുകാരോട് കൊടുക്കും. ഗോപി. സ്കൂട്ടറുകാർ കൊടുത്തോ? കണ്ടില്ലേ? സ്പീക്കറൊന്നും വേണ്ടായിരുന്നോ? എല്ലാം ഉണ്ടോ? പഴയ ഹോം തിയേറ്ററിൻ്റെ പോലെ.
9344 5 4 89 00 4. TV21 3. എന്നാൽ ശരി, ഓക്കെ. കാശ് കിട്ടി അന്നേരം എന്നെ നോക്കണ്ടേ? ഓക്കെ ശരി, ഓക്കെ. കണ്ട് TV21 നമ്പർ 3 മാത്രം എഴുതിയാ പോരാ വെച്ചേ. എന്നിട്ട് അർജുൻ ഒരേ സമയത്ത് എത്ര കാര്യം ചെയ്യും? 5 എണ്ണം. 5 ഗേൾ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് 5 പെണ്ണുങ്ങളുടെ കാര്യം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. ഞാൻ സാർ പറയുമെന്ന് എനിക്ക് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ. അർജുനോട് സാറ് സാർ പറഞ്ഞു അന്നേരം പറഞ്ഞു. അല്ല, അവന് 5 എണ്ണം ഓർക്കെന്ന് പറയുമ്പോൾ 5 ലൈൻ ഉണ്ടെന്നാണ് അർത്ഥം. ഞാൻ തീർച്ചയായും സാറ് പറയുന്നത് ഞാനിങ്ങനെ അപ്പോൾ ഇവനെ ലൈൻ അടിക്കുന്ന പെണ്ണുങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ ശ്രദ്ധിച്ചു വേണം. ബോയിങ് ബോയിങ് എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഹലോ, ഹലോ സാറേ, ആ പറഞ്ഞോ. സോണി HPD ആ DZ145. ഡീസർ 145. ആ പറഞ്ഞോ, എന്നാ പറ്റി? അതെ, അതിൽ പ്രൊട്ടക്ട് എന്നാണ് കാണിക്കുന്നത്. IV പ്രൊട്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ മദർ ബോർഡിൽ IC പോകുന്ന ഷോർട്ടായി പോകുന്ന. ആ അതെ, അതിനകത്ത് ചെലവ് വരും. ഓ, അത് നന്നാക്കാൻ നിൽക്കുന്നതിലും നല്ലത് ഒരു പുതിയ ആംപ്ലിഫയർ മേടിച്ച് കൊടുത്തേക്കുമായിരിക്കും. അതിൻ്റെ ബോർഡിന് 4000 രൂപ അടുത്ത് വരും. അല്ല, അതല്ലാണ്ട് ഇത് ഒറിജിനൽ പിന്നെ ചെയ്യുന്നില്ല. ഒറിജിനൽ ബോർഡുണ്ട്. ആ, അത് മാറാം. ഒറിജിനൽ ബോർഡിന്റെ അത് ചെയ്ത് വരുമ്പോൾ 4000 രൂപയോളം വരും. ഇതിന്റെ സോണിയുടെ ബോർഡ് തന്നെയാ? സോണിയുടെ ഒറിജിനൽ ബോർഡ് വെച്ച് കിട്ടണേ 3000 സംതിങ് രൂപയാണ് ബോർഡിന്. ഓക്കെ. അപ്പോൾ ആകെ 4000 രൂപ വരും. 4000 എങ്കിലും വരും. അതാ ഞാൻ പറഞ്ഞത്. അത് പറയാതിരുന്നിട്ട് എങ്കിലും വരും. ഓക്കെ. ആ ആ ഹലോ, ആ അതെ അതെ. ബോർഡ് പിടിപ്പിക്കുന്ന അതിനകത്ത് പിടിപ്പിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാനാണ് അതിൻ്റെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് TV21 എന്ന് പറഞ്ഞൊരു ആംപ്ലിഫയർ ഉണ്ട്. അത് വേണം കണക്ട് ചെയ്യാം. 2.1 ഉള്ളൂ. അതപ്പോൾ 4 സ്പീക്കറും ഒരു സബ് വൂഫറും യൂസ് ചെയ്യാം. ഓക്കെ, അറിയാമല്ലോ. ആ, ഒറിജിനൽ ബോർഡ് വേണം നമുക്ക്. ബോർഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 3500 രൂപ 4000 രൂപയോളം ചിലവ് വരും പുതിയ ബോർഡ് മാറാൻ. IC മാറി അത് എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. പിന്നെ അതിനകത്ത് ടെക്നീഷ്യൻ ആണെങ്കിൽ അതിനകത്ത് കപ്പാസിറ്റർ വല്ലതും വീർത്തിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഷോർട്ടിങ് വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. അങ്ങനെ വന്നാലും ചിലപ്പോൾ വരാം ഷോർട്ടിങ് കേട്ടോ. എന്തായാലും വേറെ സാധനങ്ങൾ വല്ലതും ഷോർട്ടായിട്ടിരിപ്പുണ്ടോ നോക്കാം. IC ഷോർട്ടാ. ആ, ഡ്രൈവ് IC മാത്രമായിരിക്കണമെന്നില്ല കേട്ടോ. പറഞ്ഞ മനസ്സിലായില്ലേ? അത് മാത്രമായിരിക്കണമെന്നില്ല. പിന്നെ നമ്മുടെ പവർ സപ്ലൈയിലുള്ള വോൾട്ടേജ് കറക്റ്റാണോ നോക്കേണ്ടത്. എനിക്ക് തോന്നുന്നു 24 വോൾട്ടാന്ന് തോന്നുന്നു. 24 22 അങ്ങനെ കണ്ടാന്നു. ആ വോൾട്ടേജ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഒറ്റ വോൾട്ടേജ് ഉള്ളതിന്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഔട്ട്പുട്ട് IC തന്നെ പോയതായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഈ പുഷ് പവർ പ്രൊട്ടക്റ്റിന്. പവർ സപ്ലൈ വിഷയം വന്നാലും വരും. ഓക്കെ, ശരി. നിക്കൽ കിട്ടിയോ? മീശയെല്ലാം കടിച്ചു പറിച്ചാടാ ചിണ്ടി. എന്ത് ചെയ്യുന്നത്? മര്യാദയ്ക്ക് ഇരുന്ന് എൻ്റെ മീശയെല്ലാം കടിച്ചു പറിച്ച്. കുമാർക്ക് കുശുമ്പല്ലേ മീശയില്ലാത്തതുകൊണ്ട്? ഒരു കുഴപ്പമില്ലായിരുന്നു എൻ്റെ മീശയ്ക്ക്. ഞാനല്ല കട്ടിങ്ങുകാരി. എന്നാ ഈ വേസ്റ്റ് എടുത്തോ. കട്ടിങ് തരാം. കൂട്ടി കട്ട് ചെയ്യണ്ട. കറക്റ്റ് അളവ് ഞാൻ എടുത്തു തരാം. ഇത് കറക്റ്റ് അളവ് മതിയേ. കാരണം ഇവിടെ എൻഡിലേക്ക് പോകുന്നില്ല. നെഗറ്റീവ് പോസിറ്റീവ് ഇത് കറക്റ്റ് മതിയേ. 1 ഇഞ്ച് പോലും കൂടുതൽ വേണ്ട കേട്ടോ. ഇത് മാർക്കർ ഞാൻ മുറിച്ച് എഴുതി തരാം.
വരച്ചു തരാം. വേറെ മാർക്കിലൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ. അത് വഴിയായിരുന്നു. ഇവിടെ കട്ട് ചെയ്യണേ. ഞാൻ മുള്ളിയുടെ കാര്യം. ആ ഇത് ഇവിടെ കട്ട് ചെയ്തു. വീഡിയോ പിടിക്കുമല്ലേ? ഈ വലുപ്പത്തിൽ ഇങ്ങനെ ഇത് അവിടെ ഇട്ട് കട്ട് ചെയ്യണേ. അത് കൂട്ട് 1 2 3 എത്രയുണ്ട്? ഇത് കണ്ടോ 4 5 6 6 ബാറ്ററി. എന്ത് ഒരു ബാറ്ററി? 6 ബാറ്ററി. എൻ്റെ അടിയിലിട്ടതെല്ലാം താഴെ പോയില്ല ബാറ്ററി. നേരെ പിടിച്ച മോനെ, ക്ലാസ്സിലാകുമ്പോഴേ മങ്ങിക്കാണോ? ഇത് തെറ്റിപ്പോയല്ലോ എനിക്ക്. ഇത് തെറ്റിപ്പോയി. ഇതൊരെണ്ണം മാത്രം തെറ്റിപ്പോയി ഇട്ടത് നിങ്ങൾ മനസ്സിലായോ? ഇത് ഒരേപോലെ വേണ്ടായിരുന്നു ചെയ്യാൻ. ഇത് കണ്ടോ, ഇത് 2 എണ്ണം തിരിച്ചു വെച്ചാൽ അത് തിരിച്ചു വെക്ക ചാറേ. ഇത് വെച്ചത് ആരാടാ ഇത് മുറുകിയത്? കറക്റ്റായിട്ട് ഇറക്കാനിട്ടല്ലേ അത്. ആ ഇത് പൊട്ടിച്ചല്ലോ. ഇതാരാ പൊട്ടിച്ചു പറഞ്ഞു? ഇതാരാ പൊട്ടിച്ചത്? ഇതാണ്ട് ഇത് ഇവിടെയും പൊട്ടിച്ചു. ഇതൊന്നും നിങ്ങളെ കൊണ്ടൊന്നും ഞാൻ ജയിക്കില്ല. ഇത് മാറ്റണം. അത് രണ്ടും സാധനവുമില്ല. ഇപ്പം ശരിയായി. ഇത് ആണ്ട പോയി. അത് പൊട്ടിപ്പോയോണ്ട് ശരിയാകുകയല്ല. അത് മാറ്റണം. അത് പൊട്ടിപ്പോയി. ഒരെണ്ണമുണ്ട്, മാറ്റിക്കും. ഒരെണ്ണോടെ ഉള്ളൂ. അതുകൊണ്ടാണ് നോക്കെ. അല്ലെങ്കിൽ അതങ്ങ് ചേർന്നിരുന്നോളൂ. ഇങ്ങനെ ഇടയ്ക്ക് ലോക്കൽ ഊരിപ്പോയതാ. ലോക്ക് കയറ്റിയിട്ടാ ഞാൻ കയറ്റിയിട്ടുണ്ട്. അളവ് കട്ട് ചെയ്തെടുത്തു. അവർ മുറിക്കുന്ന കട്ടറല്ല, അവരുടെ ഇത് സാധനം മുറിയുള്ളൂ. ശരിയല്ലേ? നോക്കിയ സോണിച്ചേ. നീ ക്യാമറ മേടിച്ച് വെച്ചേ. ഇവൻ പണിയാൻ കൂടും. എനക്കറിയത്തില്ലല്ലോ. വെൽഡ് ചെയ്തോളും. ഇവിടെ അങ്ങോട്ട് അവന് ചില നീളം കൂടിപ്പോയി ചെയ്യാൻ പറ്റേ. ഇത് ഒന്നര എടുത്ത് മാറ്റിക്കോണേ. ഇവിടെ ഇട്ടേക്കല്ലേ. ഒന്നുകൂടി പിടിച്ചിട്ട് എനിക്ക് തന്ന അളവ് തന്നെ ഞാൻ കണ്ടിച്ചുള്ളൂ. തെറ്റിപ്പോകാതെ നോക്ക്. അങ്ങനെ ചാടരുത്. അങ്ങനെ ചാടിയ വീഡിയോയും ചാടിപ്പോകും. എൻ്റെ ലെൻസ് കൂടെ
ഞാൻ അവിടെ പോയി നിൽക്കും സുഖം. കുത്തിയിരിക്കുകയാണോ? ലൈറ്റ് കത്തിയോ? പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. തകിടയിൽ കണ്ണാടി വെച്ചോണേ. അത് മുറുകിയിട്ടില്ല, അതാ സപ്ലൈ കൊടുത്തിട്ടില്ലേ. ഇത് നല്ല ടൈറ്റായോ? അതൊന്ന് ഓഫ് ചെയ്ത്. ഇത് കുത്തിയിരിക്കുന്നത് ഇത് കയറിയിട്ടില്ലായിരുന്നല്ലോ. തിരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ലൈറ്റ് വ്യത്യാസം വരുന്നുണ്ടോ കുത്തുമ്പോൾ? ഞെക്കിപ്പിടി, അത് നല്ലപോലെ ചേർത്ത് ഞെക്കിപ്പിടി തകിട്. കേട്ടെ, പിടിച്ചില്ലേ? പിടിച്ചു. അപ്പം ഒന്നാണ് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇതും കയറിയല്ലോ. ഇപ്പം എത്ര വോൾട്ട് ഉണ്ടെന്ന് നടന്നു നോക്കിയാൽ മീറ്റർ എടുത്ത്. ആ മതിയേ. ആ പെട്ടി കാണിച്ചു കൊടുത്തേച്ച്. ഡയറക്റ്റ് അല്ലേ? DC. അത്രയുണ്ടോ? അത്ര ഉണ്ട്. ഓക്കെ, ആംബിയർ ഇല്ല, അതാണേ. അപ്പോൾ ഏകദേശം 50 മിനിറ്റോളം ആയതുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്താം. ഇനി ബാറ്ററിയുടെ ബാക്കി മാനുഫാക്ചറിങ് പാർട്ട് 2 ആയിട്ടിടാം. വേണ്ട, അത് പാർട്ട് 1 ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോയ്ക്കകത്ത് പാർട്ട് 2 ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ചിലപ്പോൾ പാർട്ട് 3 തന്നെ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സ്കൈപ്പ് ചെയ്യുക.